സുന്ദര, ഇന്നിനി നമുക്ക് ഒരു പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ. ഇനിയൊന്നുമില്ല. വേറെ ഒരു സാധനത്തിനെ കൊണ്ടുവരാൻ ഞാൻ പയ്യൊന്ന് വീട്ടിൽ ഇതിനെവിടെ കൊണ്ടുപോയത്? ഇന്ന് തിരുമാൻ അരകല്ല കളഞ്ഞിട്ട് മിക്സി മേടിക്കടാ. സുന്ദര, ആര് ചോദിച്ചാലും ഞാനിടില്ലെന്ന് പറയണേ. അതെ, ഒരു മരുന്നിന്റെ വിഷയമാണ്. എങ്ങോട്ടേ പോണേ? സുസ്ത്രം സാറോട് ഇല്ല. എന്തോ സുസ്ത്രം സാറോട് ഇല്ലാന്ന്? എന്താ നിന്റെ പേര്? സുന്ദരൻ. നിന്റെ അച്ഛനും അമ്മക്ക് ഇങ്ങനെ തെറ്റു പറ്റൂ? സ്കൂള് തുറന്നിട്ട് സ്കൂളിൽ പോവാതെ ഇവിടെ കിടന്ന് കറങ്ങാ. സ്കൂളിൽ പോടാ. എന്താ കാര്യം? ഞങ്ങക്ക് കുറച്ച് പണിയുണ്ട്. ബോസ്, കുറച്ച് പണി വന്നിട്ടുണ്ട്. വരട്ടെ. ഇന്ന് കുറച്ച് കമ്മീഷൻ കിട്ടും. ബോസ്, ഞാൻ കുറച്ച് പണി വന്നിട്ടുണ്ട്. ആണോ? 5-6 പേരുണ്ട്. ഓഹോ, ഇവിടുത്തെ എണ്ണ എല്ലാവർക്കും തെക്കിയോ? എണ്ണയൊക്കെ എണ്ണ എടുത്ത് പറിച്ചാ അല്ലെങ്കിൽ ചായക്കടന്ന് എടുക്കാം, പൊരിച്ച എണ്ണ. കേറ്റുണ്ടല്ലോ. നീ കൊണ്ട് ചായക്കടന്ന് എണ്ണ കൊണ്ടിട്ട് മതാമനെ തിരുമ്പിട്ട് മതാമനെ പറ്റി മീൻ മുള്ളു കൊണ്ട് കയറിട്ടും ആ സാഹിബിനെ ചവിട്ടിക്കൂട്ടി ഓർമ്മയുണ്ടോ? ഇതാരാ നിങ്ങളുടെ കൂടെ വന്നയാളാ? പടങ്ങിക്ക എന്താളയാ? അല്ല സാറേ, ഇവിടത്തെ ഡോക്ടർ ഇല്ലേ സുശ്രുതൻ, അയാളെ വിളിക്ക്. സുശ്രുതനോ? ആ, അയാൾ ഇവിടുത്തെ ഡോക്ടറൊന്നും അല്ല, അയാളുടെ അസിസ്റ്റന്റാ. ഞാനാണ് ഇതിന്റെ ഓണറും പ്രധാന തെറാപ്പിസ്റ്റും. അയാൾ ചെയ്യുന്ന എല്ലാം എന്റെ കോച്ചിങ് അല്ലടാ. യെസ് ബോസ്. കണ്ടോ, എല്ലാവരും പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, എല്ലാം അയാൾക്കറിയാം. എന്നാ വന്ന കാര്യം പറ. ഇത് തിരുമല കേന്ദ്രമല്ലേ? നോ 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 നോ, തിരുമല കേന്ദ്രം. ഓ, അതാണ്. ഞങ്ങളൊന്ന് തിരുമാൻ വന്നതാ. അതെ, ശരിക്കും തിരുമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ തിരുമെന്നല്ല ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാനൊരു 6 പേരെ അങ്ങോട്ട് തിരുമും. ഒരു സാമ്പാർ പോലെ കറിയപ്പോ. ഇതെന്താ കയ്യിൽ എണ്ണ? ചക്ക വെട്ടുമായിരുന്നു. അല്ല, കിഴി കുത്തുമായിരുന്നു. സാറ് സുശ്രൻ സാറൊന്ന് വിളിക്ക്. അല്ല, ഇവിടെ ഇത്ര കാര്യങ്ങൾ ഞാനാ ചെയ്യുന്നത്. അയാളെ എന്തിനാ വിളിക്കുന്നത്? അത് വേണ്ട, അദ്ദേഹത്തെ വിളിക്ക്. അല്ല, അയാളെ പിരിച്ചു വിട്ടുന്നു വിളിക്കും. അയാളെ വിളിക്കുന്നത് ഇത്ര നിർബന്ധം? അയാളില്ല. അപ്പൊ പിന്നെ ഈ സാറിനോട് കാര്യം പറയാല്ലേ? അതെല്ലാം വന്നപ്പോ തൊട്ട് പറയുന്നത്. എന്തുണ്ടല്ലോ എന്നോട് പറയാൻ പറ്റും. സുശ്രുതൊന്നും വേണ്ട. ഇത്ര നിർബന്ധിച്ച സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷെ ഇതിനകത്ത് സൗകര്യം കുറവാ. കുഴപ്പമില്ല, എനിക്ക് അകത്ത് സ്പാ വേണമെന്നില്ല. എനിക്കൊരു പുറത്തൊരു പാ വിരിച്ചാലും മതി. അവിടെ സ്പാ നടത്തും. അതുപോലെ ബോസ്, ഈ വർക്ക് ഞാനാ പിടിച്ച. എനിക്ക് കമ്മീഷൻ വേണം. കിട്ടുന്ന പണി ഒന്നും പുറത്തു പോരും. എന്ത് നല്ല സുന്ദരമായ പ്രദേശം, അടിപൊളി സ്ഥലം. യെസ് ബോസ്. പായ വേണ്ട. പായില്ലാതെ എങ്ങനെ തിരുമും? എടാ പരനാറി, 3 ദിവസത്തെ ലീവിന് എന്റെ ഭാര്യ മസ്കറ്റിൽ നിന്ന് വന്നത്. ഒന്ന് കണ്ണും നോക്കാനുള്ള അവസരം പോലും തന്നില്ല. മൊത്തം ലീക്കാക്കി കളഞ്ഞില്ലടാ നിന്റെ ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ ഒരു വട്ടം ഞാനങ്ങ് തിരുമ്മിയ. നോ നോ, കമ്മീഷൻ വേണ്ട ബോസ്. എനിക്ക് കമ്മീഷൻ വേണ്ട. ഇതേതാ പ്രദേശം? എന്താ നടന്നേ? നീ എന്തൊക്കെയോ മലത്തെന്ന് പറഞ്ഞിട്ടാണല്ലോ കുറെ ഡോക്ടർമാരെ വിളിച്ചു കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പൊ മുടങ്ങാതെ ശമ്പളം മേടിക്കാനല്ലാതെ അവന്മാരെ കൊണ്ടൊരു ഉപകാരമില്ലല്ലോ. ഡാഡി, പുതിയ ചില പ്ലാൻസ് കൊണ്ടുവരണം. ഹെൽത്ത് പാക്കേജസ്, ഫെർട്ടിലിറ്റി ടെസ്റ്റ്, അങ്ങനെ പലതും. കൊച്ചിയില് കണ്ടെയ്നർ വഴി വിദേശത്തെ ഹോസ്പിറ്റലുകളിൽ ഉപയോഗിച്ച പഴക്കം ചെന്ന കുറെ എക്യുപ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ബോഡി മാറ്റിയിട്ടാ പുതിയത് പോലും മാറി നിൽക്കും. നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ട് വെക്കാം. രോഗികൾക്ക് ചിലപ്പോൾ ചില ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിരിക്കും. ഒന്നും കാര്യമാക്കണ്ട. നമുക്ക് കുറച്ച് പണം ഉണ്ടാക്കാം.